ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം അനുഗ്രഹീതമായി പ്രഭാതയാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് 23/2/2024 വെള്ളിയാഴ്ച മോർണിംഗ് പ്രെയറിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ഈ പ്രഭാതത്തിൽ കർത്താവിനോട് കൂടെ നമുക്ക് ആയിരിക്കാം. അത് വലിയൊരനുഗ്രഹമായി, വലിയ ഒരു വിടുതലായി നമ്മുടെ ജീവിതത്തിൽ മാറുവാൻ ഇടയായി തീരും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുകയാണ്. ആമേൻ. നമ്മുടെ ദൈവം ഇന്ന് പകലും നമ്മെ അനുഗ്രഹമായി, ജയോത്സവമായി വഴി നടത്തുവാൻ സർവശക്തനായ ദൈവമാണ്. യോസഫിനെ തൻ്റെ സഹോദരന്മാരിൽ നിന്നും, പൊട്ടക്കിണറ്റിൽ നിന്നും, പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ നിന്നും, കാരാഗൃഹത്തിൽ നിന്നും വിടുവിച്ച് തന്നെക്കുറിച്ചുള്ള ദൈവികമായ പദ്ധതിയുടെ പൂർണ്ണതയെ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി ആമേൻ ദൈവം കൊടുത്ത സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നയിച്ച സർവശക്തനായ ഒരു ദൈവമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മോട് കൂടെ ഇരിക്കുന്നത് എങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നാലും, നാം കടന്നു പോകുന്ന വെല്ലുവിളികൾ എത്ര വലുതായിരുന്നാലും, ആ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും അതിജീവിച്ച് ദൈവം തന്ന സ്വപ്നത്തിൻ്റെ ആ സാക്ഷാത്കാരത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മെ മുന്നോട്ടു നയിക്കുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തിൻ്റെ ചുവട് വെച്ച് ആമേൻ പിന്മാറിപ്പോവുകയല്ല, കാലുകൾ ഇടറി വീഴുകയല്ല, മുഴങ്കാലുകൾ കുഴഞ്ഞു പോവുകയല്ല, ഉറച്ച ചുവടുവെപ്പോടെ ആത്മാവിൻ്റെ ശക്തിയോടെ ഈ ദിവസങ്ങളിൽ മുന്നോട്ടു പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യോസഫിനെ വിടുവിച്ചവൻ ഇന്ന് പകൽ എന്നെയും നിങ്ങളെയും വിടുവിക്കുവാൻ മതിയായവനാണ്. അവൻ നമ്മുടെ സങ്കേതവും ബലവുമാണ്. അതെ, ഈ പ്രഭാതത്തിൽ ആ ദൈവം നിങ്ങളെയും വിടുവിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കരയിൽ കിടക്കുന്ന കപ്പലിന് പ്രശ്നങ്ങളില്ല, വെല്ലുവിളികളില്ല, തിരകളോ കാറ്റോ അതിന് പ്രതികൂലമേ അല്ല. എന്നാൽ കടലിലേക്ക് ഇറങ്ങി ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഒരു കപ്പലിനെ സംബന്ധിച്ച് കാറ്റും തിരയും ഒരുപക്ഷെ അതിന് പ്രതികൂലമായി തീർന്നേക്കാം. ഇപ്പോൾ ശാന്തതയാണ് എന്ന് വിചാരിച്ച് നാളെ സാഹചര്യങ്ങൾ പ്രതികൂലമാകത്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏത് കാറ്റും, ഏത് തിരയും, ഏത് കോളും, ഏത് പ്രതികൂലത്തിലും നമ്മോട് കൂടെ ഇരിക്കുവാൻ കരുത്തനായൊരു കർത്താവ് ഇന്ന് പകലും നമുക്ക് ഉണ്ട് എന്നത് ആമേൻ ഒരു യാഥാർത്ഥ്യമാണ്. ഈ ദിവസങ്ങളിൽ ആമേൻ ഹല്ലേലൂയ പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ലക്ഷ്യത്തിലേക്ക് ഞാനും നിങ്ങളും കുതിക്കുകയാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ ആമേൻ ഉണർത്തുവാൻ, നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. ആമേൻ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രതികൂലമെന്ന് ദൈവത്തോട് പറയുന്നവരായി നമ്മൾ മാറണം എന്നല്ല, മറിച്ച് പ്രതികൂലത്തെ നോക്കി ആമേൻ സർവശക്തനായൊരു ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് പ്രതികൂലത്തോട് പറയുന്നവരായി ഞാനും നിങ്ങളും മാറണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. അതെ, ഹല്ലേലൂയ, മോശയുടെ കരങ്ങളിൽ ആ വടി ദൈവം ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് ആമേൻ ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും ആ വടിയുമായി മോശ ഉറച്ചു നിന്നപ്പോൾ അവിടെ അസാധാരണമായ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരുവാൻ ഇടയായി
ഇടയായിത്തീർന്നതുപോലെ യേശുവെന്ന നാമത്തെ അതരത്തിലെടുത്ത് തടസ്സങ്ങളെയും പ്രതികൂലങ്ങളെയും നോക്കിക്കൊണ്ട് ആമേൻ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ വഴികൾ തുറന്നു വരട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ അസാധാരണമായ ദൈവപ്രവർത്തികൾ അനുദിന ജീവിതത്തിൽ നമ്മുടെയും അനുഭവത്തിൽ വെളിപ്പെട്ടു വന്നിട്ടുണ്ടല്ലോ. ഇനിയും ഈ ദിവസങ്ങളിലും ഇന്ന് പകലും ആ അത്ഭുതത്തെ വീണ്ടും വീണ്ടും ആമേൻ സ്വർഗത്തിലെ ദൈവം ആവർത്തിക്കുവാൻ ആമേൻ പ്രവർത്തിക്കുവാൻ അവൻ മതിയായവനായ ദൈവമാണ്. പ്രശ്നങ്ങളെ നോക്കി പ്രതികൂലങ്ങളെ നോക്കി ജീവനുള്ള ആമേൻ വിടുവിക്കുന്ന ഒരു ദൈവം എനിക്ക് അനുകൂലമാണ് എന്ന് പറയുവാൻ നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ദൈവത്തെ സന്നിധിയിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ ഒറ്റയ്ക്ക് യാത്ര തിരിക്കരുത്. ആമേൻ ദൈവത്തെ കൂടെ കൂട്ടുക അല്ല, ദൈവത്തോട് കൂടെ കൂടുകയാണ് വേണ്ടത്. ആമേൻ നമ്മുടെ പരാജയം എന്താണ്? നമ്മുടെ പരാജയ കാരണം എന്താണ്? ആമേൻ നമ്മളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി, ഒരു പദ്ധതി തയ്യാറാക്കി, ആ പദ്ധതിയിലേക്ക് കർത്താവിനെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് ആമേൻ 100-ൽ ഒരു 80% ആളുകളും ആമേൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടേതായ പദ്ധതികൾ, തങ്ങളുടേതായ പ്ലാനുകൾ ഒക്കെ തയ്യാറാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആമേൻ നമ്മൾ പറയും ഇനിയെല്ലാം ദൈവം നോക്കിക്കൊള്ളട്ടെ. ആമേൻ ഇനിയെല്ലാം ദൈവം നോക്കിക്കൊള്ളട്ടെ, ഇനിയെല്ലാം ദൈവം നോക്കിക്കൊള്ളട്ടെ എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ആമേൻ ദൈവികമായ പ്ലാനുകളെ ഒന്ന് മനസ്സിലാക്കി, ദൈവികമായ പദ്ധതികളെ ഒന്ന് മനസ്സിലാക്കി ആമേൻ ദൈവത്തിൻ്റെ പദ്ധതിയോട് കൂടെ ഞാനും നിങ്ങളും ചേരുന്നതാണ് വിജയത്തിലേക്ക് നമ്മെ നയിക്കുവാൻ ആമേൻ കാരണമായിരിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. നാം പലപ്പോഴും നാം തന്നെ ഒരു പ്ലാനും പദ്ധതിയും ഒക്കെ തയ്യാറാക്കിയിട്ട് ദൈവത്തെ നമ്മുടെ കൂടെ കൂട്ടാൻ ശ്രമിക്കുകയാണ്. അത് തെറ്റായ കാര്യമാണ്. കാരണം നമ്മുടെ ദൈവം നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ്. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ പ്ലാനും പദ്ധതിയുമുണ്ട്. തിരിച്ചറിയുക പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നമ്മുടെ തലമുറകളെക്കുറിച്ചും വ്യക്തമായ ആമേൻ സ്പഷ്ടമായ പ്ലാനുകളും പദ്ധതികളും ഉണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ആമേൻ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്ന് നാം കാണുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഉന്നതമായ ഉയർന്നിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായ പ്ലാനും ശ്രേഷ്ഠമായ പദ്ധതിയും സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന് നമ്മെക്കുറിച്ചുണ്ട്. ആമേൻ നമ്മുടെ പ്ലാനുകളും ദൈവത്തിൻ്റെ പ്ലാനുകളും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ നമ്മുടെ പ്ലാനുകൾ നിസ്സാരമായതാണ്, ദൈവത്തിൻ്റെ പ്ലാനുകൾ ഉന്നതമായതാണ്. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ പ്ലാനുകളെ പദ്ധതികളെ മനസ്സിലാക്കുവാനായി ശ്രമിക്കുക, അതിനായി സമർപ്പിക്കുക. ആമേൻ അതിനായി തന്നെ ആഗ്രഹിക്കുക. ആമേൻ ഹല്ലേലൂയ. അതിനായി പ്രാർത്ഥിക്കുക, അതിനായി കാത്തിരിക്കുക. 100% ആമേൻ അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുവാൻ ഇന്ന് പ്രഭാതത്തിൽ ഇടയായിത്തീരും. വിശുദ്ധ വേദപുസ്തകത്തിൽ ആമേൻ വിജയിച്ചവരായി അനേക ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്നറിയാമോ? ഒന്നാമത് അവർ ദൈവത്തെ കണ്ടു എന്നതാണ്. ആമേൻ ദൈവത്തെ കാണുവാൻ അവർക്ക് കഴിഞ്ഞു. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ മാസ്റ്റർ പ്ലാൻ തിരിച്ചറിയുവാൻ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ആമേൻ അവരുടെ പിന്നീടുള്ള ജീവിതം മുഴുവൻ ആമേൻ ആ ദൈവത്തിൻ്റെ പ്ലാൻ എൻ്റെ ജീവിതത്തിൽ നിവർത്തിയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെയായിരുന്നു. ആ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ആമേൻ നടപ്പിലാക്കണമേ എന്ന പ്രാർത്ഥനയോടെ അവർ മുന്നോട്ടു പോകുവാൻ ഇടയായി തീർന്നപ്പോൾ പ്രശ്നങ്ങൾ കടന്നു വന്നു.
വന്നു, ദൈവം അതിനെ പരിഹരിച്ചു. പ്രതികൂലങ്ങൾ കടന്നു വന്നു, ദൈവം അതിനെ ശാസിച്ചു. ആമേൻ, ആമേൻ. അവരുടെ കരം പിടിച്ച് ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവം അവരെ നടത്തുവാനിടയായി തീർന്നു. യോസഫിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്ക്. യോസഫിന് ഒരു സ്വപ്നം ലഭിച്ചു. ആരുടെ സ്വപ്നം? ദൈവത്തിൻ്റെ സ്വപ്നമാണ്. ആമേൻ. യോസഫിന് തൻ്റെ മാതാപിതാക്കളുടെ സ്വപ്നമോ സഹോദരങ്ങളുടെ സ്വപ്നമോ അല്ല ലഭിച്ചത്, മറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സ്വപ്നമാണ് യോസഫിന് ലഭിച്ചത്. സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ യോസഫ് അവൻ കണ്ട സ്വപ്നത്തിൻ്റെ മുമ്പാകെ ഹല്ലേലൂയ അവനെ തന്നെ സമർപ്പിക്കുവാനിടയായി. ആമേൻ. പിതാവേ, അങ്ങേക്ക് അങ്ങനെയൊരു സ്വപ്നം എന്നെക്കുറിച്ചുണ്ട് എങ്കിൽ, അങ്ങനെയൊരാഗ്രഹം എന്നെക്കുറിച്ചുണ്ട് എങ്കിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ആമേൻ. സമർപ്പണത്തോടെ അവൻ അതിനായി ആഗ്രഹിക്കുവാൻ തുടങ്ങി, അതിനായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, അതിനായി കാത്തിരിക്കുവാൻ തുടങ്ങി. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. യോസഫ് ഓരോ ദിവസവും താണു പോവുകയായിരുന്നില്ല, ലക്ഷ്യത്തോട് അടുക്കുകയായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ നോക്കി ആത്മനിയോഗത്തോടെ പറയുകയാണ്, ഈ ദിവസങ്ങളിൽ കാണുന്നത് പൊട്ടക്കിണറായിരിക്കാം, അവൻ കാണുന്നത് കാരാഗ്രഹമായിരിക്കാം, കാണുന്നത് പൊത്തിഫറിന്റെ ഭവനത്തിലെ അനുഭവങ്ങളായിരിക്കാം. എന്നാൽ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്, തളർന്നു പോകരുത്. ദൈവം ഒരു സ്വപ്നം തന്നിട്ടില്ലേ? ദൈവം ഒരു ദർശനം തന്നിട്ടില്ലേ? ആ ദർശനത്തിന്റെ പൂർണ്ണതയിലേക്ക് ചുവട് വെക്കുവാൻ ആമേൻ പ്രതികൂലങ്ങളെ കണ്ട് അതിനോട് ഹല്ലേലൂയ പരിഭവവും പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ ദിവസങ്ങളിൽ അനുകൂലമായ ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവത്തോടു കൂടെ ആ ദൈവിക ദർശനത്തിന്റെ പൂർണ്ണതയിലേക്ക് ചുവട് വെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആമേൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങനെ വാഗ്ദത്തത്തിലേക്ക് യാത്ര ആരംഭിച്ച പലരും ആമേൻ വഴിയറിയാതെ, ദിക്കറിയാതെ, ദിശയറിയാതെ ആമേൻ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അനുഭവത്തിലായിരിക്കുമ്പോൾ 32-ാം സങ്കീർത്തനം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. അതെ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നിനക്കൊരു വഴി കാണിച്ചു തരും കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ നിന്നെ കണ്ണിന് മുമ്പാകെ വെളിപ്പെടാത്ത ഒരു നന്മയുടെ വഴി, ഒരു അനുഗ്രഹത്തിൻ്റെ വഴി കാണുമ്പോൾ ഇടുക്കവും ഞെരുക്കവുമുള്ളതായി തോന്നുമെങ്കിലും അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഒരനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ദൈവം നിനക്ക് ഇന്ന് പ്രഭാതത്തിൽ ഒരു വഴി കാണിച്ചു തരും. യേശുവിൻ്റെ നാമത്തിൽ ഒരു പോംവഴി എൻ്റെ ദൈവം കാണിച്ചു തരും. ആമേൻ. വീണ്ടും പറയുകയാ, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക ഭക്തന്മാരെ കാണുവാൻ കഴിയും. ദൈവം ആർക്കൊക്കെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവരെ ഒന്നും തകർന്നു പോകാൻ എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ഇടയായി തീർന്നിട്ടില്ല. ആമേൻ, ആമേൻ, ആമേൻ. ഈശാനമൂലൻ ആഞ്ഞടിച്ച അനുഭവത്തിലും പൗലോസിന് ദൈവത്തിൻ്റെ ആലോചനയുണ്ടായി. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ ആലോചന ലഭിച്ച പൗലോസോ അവൻ്റെ കൂടെയുള്ളവരോ തകർന്നു പോകാൻ എൻ്റെ ദൈവം ഇടയാക്കിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ആമേൻ ദിക്കറിയാത്ത, ദിശയറിയാത്ത, വഴികളൊക്കെ അടയപ്പെട്ട ജീവിത സാഹചര്യത്തിൽ ഒരു ഇരുണ്ട അധ്യായത്തിലൂടെയായിരിക്കാം താങ്കൾ കടന്നു പോകുന്നത്. എന്നാൽ ഭാരപ്പെടേണ്ട, ദൈവത്തിൻ്റെ ആലോചന അവൻ തക്ക സമയത്ത് ദൃഷ്ടി വെച്ച് അവൻ നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇന്നത്തെ നമ്മുടെ കടമയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, അതിനനുസരിച്ച് ചുവട് വെക്കുക. വാഗ്ദത്തം മുമ്പിലുണ്ട്, കർത്താവ് കൂടെയുണ്ട്. വാഗ്ദത്തം മുമ്പിലുണ്ട്, കർത്താവ് കൂടെയുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു വിജയമുണ്ട്. ശമന, ഹദുനിയ, എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ പിതാവേ, അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ പകൽ ഒരു അനുഗ്രഹത്തിൻ്റെ, ഒരു വലിയ വിടുതലിൻ്റെ, ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ പ്രഭാതമായി മാറട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട വഴി എൻ്റെ ദൈവം തുറന്നു കൊടുക്കട്ടെ. ആലോചന ലഭിക്കാത്ത അനുഭവത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവികമായ ശബ്ദം പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ കേൾപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. വിശ്വാസത്തിന്റെ ചുവട് വെക്കുവാനും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാനും ദൈവികമായ പദ്ധതികളുടെ പൂർണ്ണതകളിലേക്ക് നയിക്കപ്പെടുവാനും സർവശക്തനായ ദൈവമേ, അങ്ങ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ, ആമേൻ. ശുഭദിനം. കർത്താവ് ഇവരെയും ധാരാളമായി ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.